ബിഗ് ബോസ് മലയാളം സീസൺ 6 വൈൽഡ് കാർഡായി എത്തിയ DJ സിബിൻ തുടക്കം മുതൽ തന്നെ ലക്ഷ്യം വെക്കുന്ന താരമാണ് ജാസ്മിൻ. ജാസ്മിൻ്റെ ഇതുവരെയുള്ള ഗെയിം കൃത്യമായി മനസ്സിലാക്കി വന്നിട്ടുള്ള സിബിൻ കൃത്യമായ ഇടവേളകളിൽ ഓരോ അടി ജാസ്മിന് കൊടുക്കുന്നുണ്ട്. അതിൽ ന്യായമായതും അന്യായമായതും ഉണ്ടെന്ന് പറയാതിരിക്കാനും വയ്യ. ഇപ്പോഴിതാ സിബിൻ്റെ ഒരു പ്രസ്താവന ജാസ്മിനെ ഏറെ വേദനിപ്പിക്കുകയും താരം ബിഗ് ബോസ് വീടിനുള്ളിൽ വീണ്ടും കരയുകയും ചെയ്തിരിക്കുകയാണ്. വിഷു പരിപാടികളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരുക്കങ്ങൾക്കിടെയായിരുന്നു സിബിൻ ജാസ്മിനെ ട്രിഗർ ചെയ്തത്. പരിപാടികൾ നിയന്ത്രിക്കാൻ ജാസ്മിനെയായിരുന്നു ബിഗ് ബോസ് ചുമതലപ്പെടുത്തിയത്. താരം സിബിനെ കൊറിയോഗ്രാഫ് ചെയ്യാൻ ചുമതലപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ തിരുവാതിരയുടെ സ്റ്റെപ്സ് നന്ദനയാണ് ചെയ്യിക്കുന്നത് എന്ന് കണ്ടപ്പോൾ ജാസ്മിൻ കളിക്കുന്നില്ലെന്നായി. അത് പറ്റില്ല, എല്ലാ ലേഡീസും കളിക്കണമെന്ന് പറഞ്ഞപ്പോൾ വന്നു നിന്നു. നന്ദന സാധാരണ തിരുവാതിര സ്റ്റെപ്സ് ഇട്ടപ്പോൾ അത് എല്ലാവർക്കും കളിക്കാൻ പറ്റുന്ന സിമ്പിൾ സ്റ്റെപ്സ് ആക്കണമെന്നായി ജാസ്മിൻ. അപ്പോഴാണ് ഷോ ഇറക്കല്ലേ, സ്റ്റാർ ആകാൻ വരല്ലേ എന്നുമുള്ള സിബിൻ്റെ ഡയലോഗ്. ഇത് ജാസ്മിനെ ഏറെ വേദനിപ്പിക്കുകയും കരയിക്കുകയുമായിരുന്നു. സിബിൻ വന്നപ്പോൾ മുതൽ ടാർഗറ്റ് ചെയ്യുന്നു എന്നാണ് ജാസ്മിൻ്റെ ആരോപണം. തുടർന്ന് കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചപ്പോഴും വലിയ കരച്ചിലായിരുന്നു ജാസ്മിൻ. എന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നു എന്നായിരുന്നു ജാസ്മിൻ്റെ പരാതി. എന്നാൽ ചെറിയ ചെറിയ കാര്യങ്ങൾ വലുതാക്കിയെടുക്കേണ്ട, ഇതൊരു ഗെയിമല്ലേ, എല്ലാവർക്കും അവരുടേതായ ഗെയിം പ്ലാൻസ് ഉണ്ടാകും എന്നായിരുന്നു ബിഗ് ബോസിൻ്റെ മറുപടി. അതേസമയം വിഷയം ബിഗ് ബോസ് ഗ്രൂപ്പുകളിലും ചർച്ചാ വിഷയമായിട്ടുണ്ട്. കേട്ടു നിൽക്കുന്നതിൻ്റെ ലിമിറ്റ്, സഹിക്കുന്നതിൻ്റെ പരിധി എന്നൊക്കെ പറയുന്ന ജാസ്മിൻ ജിൻഡോ എന്നൊരു മനുഷ്യൻ ഇപ്പോഴും അവിടെ ജീവിച്ചിരിപ്പുന്നുണ്ട്. അദ്ദേഹത്തോട് ചെയ്ത കാര്യങ്ങളെല്ലാം മറന്നുകൊണ്ടാണോ ഇതൊക്കെ പറയുന്നതെന്നാണ് ഒരു ജിൻഡോ ആരാധകൻ ചോദിക്കുന്നത്. അടിച്ചമർത്തുന്നതിനും തരം താഴ്ത്തുന്നതിനും തറയിലിട്ട് ചവിട്ടുന്നതിനും ഒരു പരിധിയില്ലേ എന്ന് ചോദിക്കുന്ന ജാസ്മിൻ, ഈ പരിഗണനയൊന്നും നീയോ നിന്റെ കൂടെയുള്ളവരോ ജിൻഡോയ്ക്ക് കൊടുത്തിട്ടില്ല. മാത്രമല്ല, ഇതിലും മോശമായ അയാളെ ചവിട്ടിത്തേക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ജിൻഡോയുടെ മെക്കിട്ട് കയറി ഷൈൻ ചെയ്ത് മിടുക്കന്മാരായി മിടുക്കുകളായി അയാളെ മനഃപൂർവ്വം കോർണർ ചെയ്ത് ഒറ്റപ്പെടുത്തി പരമാവധി നാണം കെടുത്തി. പറന്ന് നടന്ന സകല എണ്ണത്തിനും കർമ്മ പണി തിരിച്ചു കിട്ടുമെന്നും ജിൻഡോ ആരാധകൻ കൂട്ടിച്ചേർക്കുന്നു.